നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവരുടെ നോമ്പിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത് ശരാശരി 13 മണിക്കൂറാണ്. എന്നാൽ ഇന്ത്യയുടെ അങ്ങ് വടക്കോട്ട് പോകുന്തോറും, ഉദാഹരണത്തിന് ഡൽഹി, കാശ്മീർ എന്നീ പ്രദേശങ്ങളിൽ അവിടുത്തെ നോമ്പിൻ്റെ ദൈർഘ്യം നമ്മളെടുക്കുന്ന നോമ്പിൻ്റെ ദൈർഘ്യത്തെക്കാൾ അരമണിക്കൂർ കൂടുതലായിരിക്കും. അത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ പല ദൈർഘ്യ സമയത്തിലാണ് പലരും നോമ്പ് പിടിക്കാറുള്ളത്. 2026 ഈ വർഷത്തെ ഈ റമദാൻ മാസത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടുതൽ സമയം നോമ്പെടുക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾ ന്യൂസിലൻഡിലെയും ചിലിയിലെയും ജനങ്ങളാണ്. അവരുടെ നോമ്പിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത് 15 മണിക്കൂർ 20 മിനിറ്റ് വരെയൊക്കെയാണ്. ഏറ്റവും ദൈർഘ്യം സമയം കുറഞ്ഞ നോമ്പെടുക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളാകട്ടെ ഗ്രീൻലാൻഡിലെയും ഐസ്ലാൻഡിലെയും ജനങ്ങളാണ്. അവരുടെ നോമ്പിൻ്റെ ദൈർഘ്യം വെറും 11 മണിക്കൂർ 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിലേറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഈ വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം നോമ്പെടുക്കുന്ന ഗ്രീൻലാൻഡിലെയും ഐസ്ലാൻഡിലെയും ജനങ്ങൾ വേനൽക്കാലമാകുന്ന സമയത്ത് അവരുടെ നോമ്പിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത് 18 മണിക്കൂർ മുതൽ 22 മണിക്കൂർ വരെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു ദിവസത്തോളം അവിടെയുള്ള ജനങ്ങൾക്ക് നോമ്പെടുക്കേണ്ടി വരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? അതിലൊന്നാമത്തേത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവാണ്. ആ ചരിവുള്ളതുകൊണ്ട് തന്നെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ സൂര്യപ്രകാശം വ്യത്യസ്ത അളവിലാണ് വന്ന് പതിക്കാറുള്ളത്. രണ്ടാമത്തേത് അക്ഷാംശ രേഖയിലുള്ള വ്യത്യാസമാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ അവിടെ രാവും പകലുമൊക്കെ തുല്യമായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഈ ഭൂമധ്യരേഖയിൽ നിന്നും വിദൂരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ അവിടെ പകൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും സമയം അവിടെയുള്ള ജനങ്ങൾക്ക് നോമ്പെടുക്കേണ്ടി വരുന്നു.